ആര് മുന്നിൽ ആര് പിന്നിൽ വിധി ദിനം മെയ് 4 തിങ്കളാഴ്ച രാവിലെ 5 മണി മുതൽ തത്സമയം 24. ഇത് ഈ പ്രായ കൂടുതൽ ഭയങ്കരമായിട്ടുണ്ടോ? ഞാൻ വിചാരിച്ചു 1-2 വയസ്സിന്റെ ഉള്ളൂ ടെൻഷന്റെ കാര്യത്തിലൊക്കെ പ്രായമായി ആണല്ലേ? ഭയങ്കര സ്നേഹമാണെന്ന് തോന്നുന്നു രണ്ടുപേരും. നിനക്ക് വേണോ? നിനക്ക് വേണോ? എന്താ വിളിച്ച? ഞാൻ വിളിച്ചതാ. എന്തോ പൊന്നാണി അങ്ങനെ ചോദിക്കില്ല കാര്യം വിട്ടോടി. ലീവ് എടുത്ത് വീട്ടിലെങ്ങാനും പോയാൽ മതിയായിരുന്നു. ഇപ്പൊ ചെന്നതിന് കാര്യമില്ല. അവള് കഷായ ആശുപത്രി പോയി കാണും. ഞാൻ കൊണ്ടുവച്ച് ആവത്തേ ഉള്ളൂ. നീന്ന് പറയല്ലെന്ന് നീന്ന് പറയല ആരെങ്കിലും പോയി ചെയ്യാനാണ്. അങ്ങോട്ട് വന്ന് അധികം സംസാരിക്കുന്നില്ലെന്ന് അയാളോട് സംസാരിച്ചു മറുപടി പറയണ്ടായോ? സംസാരിക്കുന്നു ചേച്ചി എന്തോ സംസാരിക്കുന്നത് നാരങ്ങയിൽ ഉറുമ്പ് കയറുന്നു നോക്കാൻ പോയാ പുളിയാകുന്നുണ്ട്. ഞാൻ എടുക്കാതെ നീ ഇതെന്തോ നീ ഇവിടെ കിടന്ന് വരകുവാ? ഈ സ്നേഹമുള്ളിടത്ത് ഈ വഴക്കുണ്ടാകും. പറയണ നീ അങ്ങോട്ട് പോവാനാ. എനിക്ക് ദേഷ്യം വരുന്നു കേട്ടോ. അങ്ങനെയൊക്കെയാണ് വിളിക്കുന്നത്. പിന്നെ അങ്ങനെയല്ലേ ഞാൻ നിന്നെ വിളിക്കുന്നതാ. എന്റെ സാറേ ചെറുക്കനെ ലോൺ ഒന്ന് പാസ്സാക്കി കൊടുക്കും. നാരങ്ങളെടുക്ക്. ലീലാവതി എന്നെയാണോ? ലോണൊക്കെ ഞാൻ ഉടനെ പാസ്സായിക്കോളാം. അണ്ണി എന്നില്ല ചെറുക്കൻ എന്തെങ്കിലുമൊക്കെ മുട്ടിപ്പിക്കും. അങ്ങനത്തെ നാശവാദം. എന്തൊരു സ്നേഹം ചെറുക്കനെന്ന് പറഞ്ഞു. പഞ്ചസാര ഇടണോ ഒപ്പിടണോ? ഉപ്പിടുന്ന കാര്യം പറഞ്ഞപ്പോഴും ഓർത്തെ ലീലാവതിയിൽ ഒപ്പിടണം റിപ്പോർട്ട് കേട്ടോ. ഇവിടെ റിപ്പോർട്ട് എഴുതുമല്ലായിരുന്നു. എന്റെ പടം വരയ്ക്കുമായിരുന്നു. അയ്യോ പേപ്പർ മാറിപ്പോയി. ഇവിടെ ഒപ്പിടണം. അല്ല സാർ ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ. ഞാൻ എന്തിനാ ഒപ്പിടുന്നത്? അല്ല ലീലാവതിയുടെ പേരിലാണല്ലോ ലോൺ ഇപ്പൊ കൊടുക്കുന്നത് നമ്മള്. എനിക്കല്ല ലോണ്. ഇല്ല 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 കഴുതയ്ക്ക. അവനാണെങ്കിൽ അവന്റെ ഭാര്യയുടെ പേരിലാണല്ലോ അവനിപ്പോ ലോണിന് അപേക്ഷിച്ചിരിക്കുന്നത്. എന്ത്? അവന്റെ ഭാര്യയുടെ പേരിലാണല്ലോ, അതായത് ലീലാവതിയുടെ പേരിലാണല്ലോ അവനിപ്പം ലോണിന് അപേക്ഷിച്ചിരിക്കുന്നതെന്ന്. രണ്ട് സാറേ അനാവശ്യം പറയരുത് കേട്ടോ. എന്റെ ഭർത്താവൊന്നുമല്ല. എനിക്ക് വേറെ ഭർത്താവുണ്ട്. ഗോപാലനാ. ലീലാവതി ഗോപാലൻ. അതാ അവൻ കല്യാണം പോലും കഴിച്ചിട്ടില്ല. കല്യാണം കഴിച്ചില്ലേ? ആർക്കും കൊടുക്കുവോ പെണ്ണ്? അവൻ പിന്നെ എന്തിനാ നിങ്ങൾ ഭാര്യ എന്ന് പറഞ്ഞു? അവൻ പറഞ്ഞോ? ഞാൻ അവന്റെ ഭാര്യ അവൻ പറഞ്ഞോ? അവൻ പറയത്തില്ല. അവൻ അത്ര വെളുവോ അങ്ങനെ വെളുവുള്ള ചെറുക്കനൊന്നുമല്ല. അവൻ പറയത്തില്ലത്. വെള്ളം ഇച്ചിരി പേപ്പറോടെ ശരിയാക്കാനുണ്ട്. ഔട്ട് ഇരിക്കണം. വേണ്ട. എന്നോട് രാവിലെ വന്ന് പറഞ്ഞു ഇച്ചിരി പരവക്കേടുണ്ട്. എന്റെ പൊന്നു ചേച്ചി 50,000 രൂപ എനിക്ക് ലോൺ കിട്ടുന്ന കാര്യമാ. ആ കട അവന്റെ ആണെന്ന് പറയണ. ഞാൻ അന്നേരവേ പറഞ്ഞ സർക്കാർ കാര്യം അങ്ങനൊന്നും ചെയ്യരുത്, തെറ്റാന്ന്. ഇങ്ങനെ പറഞ്ഞു വെക്കുമെന്ന് ഞാൻ അറിഞ്ഞില്ല എന്റെ പൊന്ന് സാറേ. ഞാൻ പറഞ്ഞു നീ കുടിക്കും. അല്ല എനിക്കോട്ടെ സാറ് കുടി. നിനക്ക് കുറച്ച് കഴിഞ്ഞ് ക്ഷീണം ഉണ്ടാവും. അതിനാണ് ഇപ്പോഴേ നാരങ്ങ വെള്ളം കുടിക്കാൻ പറഞ്ഞത്. എനിക്ക് പറയടി. ഇതാരാ നിന്റെ? ഞാൻ ആരാടാ നിന്റെ?